നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗാലപ്പിന്റെ ഏറ്റവും പുതിയ, അതായത് സ്റ്റേറ്റ് ഓഫ് ദി ഗ്ലോബൽ വർക്ക് പ്ലേസ് 2025 റിപ്പോർട്ടിനെക്കുറിച്ചാണ്. അതെ, ഇത് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. പ്രധാനമായും ഇന്ത്യയിലെ ഏതാണ്ട് പകുതിയോളം ജീവനക്കാർ, അതായത് ഒരു 50%, ഇപ്പോഴത്തെ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. 50%. അത് വലിയൊരു നമ്പറാണ്. അതെ, ഞെട്ടിക്കുന്നൊരു കണക്ക് തന്നെ. എന്തായിരിക്കും ഈ ഒരു അതൃപ്തിക്ക് പിന്നിൽ? അപ്പോ ഈ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ, അതിന്റെ സൂചനകൾ, പിന്നെ പരിഹാരങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? തീർച്ചയായും, ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വെറും കണക്കുകൾ മാത്രമല്ല, എന്താണ് ശരിക്കും ഇന്ത്യൻ തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി. അപ്പോ ഈ 50% എന്ന കണക്ക് തന്നെ വലുതാണ്. പക്ഷെ റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഭയങ്കര സ്ട്രെസ്സാണെന്ന്. അതെ, ദിവസേനയുള്ള സമ്മർദ്ദം. പിന്നെ 34% പേർക്ക് ജോലിസ്ഥലത്ത് സ്ഥിരമായി ദേഷ്യം വരുന്നുവെന്നും. ഇത് വെറും ഒരു ജോലി മാറാനുള്ളൊരു ആഗ്രഹം എന്നതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു പ്രശ്നമല്ലേ ഇത്? തീർച്ചയായും, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇന്ത്യൻ പ്രതിഭാസം മാത്രമല്ല. ഓഹോ. അതെ, ദക്ഷിണേഷ്യൻ മേഖലയെ നമ്മൾ മൊത്തത്തിലെടുത്താൽ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ. അതെ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു മേഖലയിൽ ലോകത്ത് തന്നെ നോക്കിയാൽ ജോലിയിൽ ഏറ്റവും കുറവ് സന്തോഷവും സംതൃപ്തിയുമൊക്കെ അനുഭവിക്കുന്ന ജീവനക്കാരുള്ളത് ഇവിടെയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആണോ? എന്താണതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് റിപ്പോർട്ട് പറയുന്നത്? കാരണങ്ങൾ പലതാണ്. ഒന്ന്, താങ്ങാൻ പറ്റാത്ത ജോലിഭാരം, ഓവർലോഡെന്ന് പറയില്ലേ? അതെ, അതാണ് പലപ്പോഴും പ്രശ്നം. അതെ. പിന്നെ ഒരു പ്രചോദനമില്ലാത്ത ഒരു തൊഴിൽ അന്തരീക്ഷം, ചെയ്യുന്ന പണിക്കൊരു അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ തീർച്ചയായും കടുത്ത മാനസിക പിരിമുറുക്കം, സ്ട്രെസ്, ഇവയെല്ലാം കൂടിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഈ പറയുന്ന മോശം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ റിപ്പോർട്ട് എടുത്ത് പറയുന്നുണ്ടോ? എന്താണ് ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നമാവുന്നത്? റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരു മേൽനോട്ടം വഹിക്കുക എന്നതിനൊപ്പം ജീവനക്കാരുടെ ഒരു ഇമോഷണൽ സൈഡ്, അവരുടെ ആവശ്യങ്ങൾ, അതൊന്നും മനസ്സിലാക്കാത്ത മാനേജ്മെന്റ് രീതികളാണ് പ്രധാന പ്രശ്നം. ശരി. ജീവനക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക, പിന്നെ വളർച്ചയ്ക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ വലിയ ഘടകങ്ങളാണ്. ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയായിരിക്കും ഈ എൻഗേജ്മെന്റ് കുറയുന്നതല്ലേ? അതെ, തീർച്ചയായും. ജീവനക്കാരുടെ പങ്കാളിത്തം, അതായത് ആ ജോലിയിലുള്ളൊരു ഈടുപാട്, അതാണ് എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ വർഷം 33% ഇപ്പോ 30% കുറഞ്ഞു. 3% കുറവ്. അതെ, ഇത് വെറും ഒരു ശതമാനക്കണക്കല്ല. ഇതിന്റെ ഒരു ഇംപാക്റ്റ് നോക്കിയാൽ ഏകദേശം $438 ബില്യൺ ഉൽപാദനക്ഷമത നഷ്ടമാണിതുമൂലം ഉണ്ടാകുന്നതെന്നാണ് ഗാലപ്പ് കണക്കാക്കുന്നത്. അത്രയും വലിയൊരു തുക. അതെ. അപ്പോൾ ജീവനക്കാർ ഹാപ്പി അല്ലെങ്കിൽ അത് കമ്പനിയുടെ, സ്ഥാപനത്തിന്റെ അടിത്തറയെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇത് മറികടക്കാൻ വെറുമൊരു ഉപരിപ്ലവമായ മാറ്റങ്ങൾ പോരാ എന്ന് വ്യക്തം. പോരാ. എന്തൊക്കെ പരിഹാരങ്ങളാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? ഇവിടെയായിരിക്കും കുറച്ചുകൂടി പോസിറ്റീവായ കാര്യങ്ങൾ വരുന്നത്, അല്ലേ? അതെ. റിപ്പോർട്ട് പ്രധാനമായും ഊന്നിപ്പറയുന്നത് ജീവനക്കാരെ അംഗീകരിക്കുന്നൊരു കൾച്ചർ, ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ്. അംഗീകാരം. അതെ. ഇത് എപ്പോഴും വലിയ ബോണസോ പ്രൊമോഷനോ ആകണമെന്നില്ല. ചിലപ്പോ ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിനന്ദനക്കുറിപ്പ്, ടീം മീറ്റിംഗിൽ ഒരാൾ ചെയ്ത നല്ലൊരു കാര്യത്തെപ്പറ്റി ഒന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ശരിയാണ്, ആ ഒരു റെക്കഗ്നിഷൻ. അതെ. പക്ഷേ ഇത് മാത്രം പോരല്ലോ. അതെ, ഈ ചെറിയ അംഗീകാരങ്ങൾ കൊണ്ട് മാത്രം എല്ലാം ശരിയാവില്ല. കുറച്ചുകൂടി ഘടനാപരമായ മാറ്റങ്ങൾ വേണ്ടിവരില്ലേ? തീർച്ചയായും. അംഗീകാരം ഒരു വശം മാത്രം. അതോടൊപ്പം തന്നെ ജോലിസ്ഥലത്തെ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികളും വേണം. അതെങ്ങനെ? ഇപ്പോ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ സെഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ കുറച്ച് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം, ഒരു ക്വയറ്റ് സോൺ പോലെ. അതൊരു നല്ല ഐഡിയ ആണ്. ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ശരി. ഇതിനപ്പുറം ലീഡർഷിപ്പിലും കാര്യമായ മാറ്റം വരണം.
മാനേജർമാരുടെ റോളില്. അതെ, വൈകാരിക ബുദ്ധി, അതായത് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളുമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, അതുപോലെ നല്ല ആശയവിനിമയ ശേഷി, ഇതൊക്കെയുള്ള മാനേജർമാർ വേണം. അവരെ വെറും ടാസ്ക് കൊടുക്കുന്ന ആളുകളാവാതെ. അതെ, ടാസ്ക് മാനേജർമാർ എന്നതിലുപരി ജീവനക്കാരുടെ വളർച്ചയിൽ സഹായിക്കുന്ന ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു കോച്ച്, ആ ഒരു റോളിലേക്ക് മാറണം. ശരിയാണ്. ജോലിഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പറയുന്നുണ്ട്. ടെക്നോളജി ഉപയോഗിച്ച് ചില ജോലികൾ എളുപ്പമാക്കുക, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക, അതൊക്കെ സഹായിക്കുമല്ലോ. തീർച്ചയായും. അതെല്ലാം ജോലിഭാരം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ വേറൊരു പ്രധാന കാര്യം, താൻ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥമുണ്ട് എന്നൊരു തോന്നല് ജീവനക്കാർക്കുണ്ടാകണം. ഒരു പേർപ്പസ്. അതെ, ഒരു പേർപ്പസ്. സ്ഥാപനത്തിന്റെ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് തന്റെ ജോലി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള അവസരങ്ങളും. അതെ, നൈപുണ്യ വികസനം, അതും വളരെ പ്രധാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എംപവർമെന്റും ഗ്രോത്തും അതാണ് വേണ്ടത്. ശാക്തീകരണവും വളർച്ചയും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം. വ്യത്യസ്ത അഭിപ്രായങ്ങളെ പേടിയില്ലാതെ പറയാനും എല്ലാവർക്കും തുല്യമായ ഒരു പരിഗണന കിട്ടുന്നുണ്ട് എന്നുറപ്പാക്കാനും പറ്റണം. അതെ, അപ്പോഴാണ് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തോടൊരു കണക്ഷൻ, ഒരു ബന്ധം തോന്നുന്നത്. അപ്പോ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംഗീകാരം, ആരോഗ്യം, നല്ല ലീഡർഷിപ്പ്, ജോലിഭാരത്തിലെ ബാലൻസ്, ലക്ഷ്യബോധം, എല്ലാവരെയും ഉൾക്കൊള്ളൽ, ഇവയെല്ലാം ചേർന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു സമഗ്രമായ സമീപനമാണ് ആവശ്യം. അതെ, അതുതന്നെ. പക്ഷേ ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്താണത്? വെറും ലാഭം മാത്രം നോക്കാതെ ഇങ്ങനെയൊരു ആഴത്തിലുള്ള മാറ്റത്തിന് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ശരിക്കും തയ്യാറാണോ? അല്ലെങ്കിൽ എത്രത്തോളം തയ്യാറാണ്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇതൊക്കെ നടപ്പിലാക്കാൻ ഒരു ആത്മാർത്ഥമായ ശ്രമം വേണം. എന്തായാലും ഈ ഗാലപ്പ് റിപ്പോർട്ട് ഇന്ത്യൻ തൊഴിലുടമകൾക്കൊരു വലിയ ഉണർത്തുപാട്ട്, ഒരു വേക്കപ്പ് കോള് തന്നെയാണ്. തീർച്ചയായും. ജീവനക്കാരുടെ സംതൃപ്തിയും സ്ഥാപനത്തിന്റെ വിജയവും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണെന്നും അതിനുവേണ്ടി ആത്മാർത്ഥമായ മാറ്റങ്ങൾ കൂടിയേ തീരൂ എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം. നിങ്ങളുടെ സ്വന്തം ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലോ ഏറ്റവും വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അത് ചിലപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. നിങ്ങളുടെ ചിന്തകളും അതുപോലെ പ്രചോദനാത്മകമായ അനുഭവങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ ID theopenmicpodcasts@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.